എന്തായിരുന്നു അനു അവിടുന്ന് ചേലക്കരയിൽ നിന്ന് ഇപ്പം 2 കൊല്ലത്തിന് മുമ്പ് പിണങ്ങി വരാൻ കാര്യം? പിണങ്ങി വരാൻ കാര്യം ഇതേമാതിരി ചോദിച്ചോണ്ടിരിക്കും. പിന്നെ കുളിമുറിയിൽ ബാത്റൂമിലൊക്കെ ഫോൺ ഇതാക്കി വെക്കുക. ആരെങ്കിലും എൻ്റെ അടുത്ത് സംസാരിക്കണ്ടെങ്കിലും ബാത്റൂമിലായിട്ട് വരുന്നുണ്ടെങ്കിലും അതറിയാൻ വേണ്ടിയിട്ട് മൊബൈൽ ഫോണ് ക്യാമറ വെച്ചിരിക്കുക. ശരി, ഇതൊക്കെ ഇതൊക്കെ ഒന്ന് സഹിക്കാൻ പറ്റണ്ടേ മാഡം? തെറ്റാണ് മാഡം. ഞാൻ എന്തിനാ ഇവിടെ ബാത്റൂമിൽ വെക്കണം? ഈ ഫോണിൽ കൂടെ വിളിച്ച് വെക്കും. ഞാൻ ഫോൺ വിളിച്ചിട്ട് എൻ്റെ അടുത്ത് ഫോൺ വിളിച്ച് സംസാരിക്കുമ്പോൾ ആരാ അവിടെ, എന്താ അവിടെ ബഹളം കേൾക്കണത്, അവിടെ ആരാ സംസാരിച്ച്, അങ്ങനെ ഇങ്ങനെന്നല്ല തെറിയിലൂടെ പറയാ, ഇങ്ങനെന്നല്ല പറയാ. പക്ഷെ എന്നെ അങ്ങനെ തെറ്റായ രീതിയിൽ എപ്പോഴെങ്കിലും ഏട്ടൻ കണ്ടിട്ടുണ്ടോ? ഇല്ല, അത് കണ്ടിട്ടേ ഇല്ല എന്നാണ് അദ്ദേഹം പറയുന്നത്. അങ്ങനെ കണ്ടിട്ടേ ഇല്ല, അങ്ങനെ പെരുമാറുന്നത് ഒന്നും കണ്ടിട്ടില്ല എന്നാണ് ഞങ്ങളോട് ഇപ്പൊ പറഞ്ഞത്. കുറച്ച് കണ്ടിട്ട് ഈ ഒരു റെക്കോർഡ് ചെയ്തത് മുതലാണ് എനിക്ക് സംശയം വന്നതെന്നാണ് പറയുന്നത്. പുരുഷന്മാരായിട്ടുള്ള എല്ലാരെ കുറിച്ചും സ്വന്തം അച്ഛൻ എന്ന് പറഞ്ഞു കഴിയുമ്പോൾ പിന്നെ അതിന് അപ്പുറത്തോട്ടൊരു കാര്യം പറയാനില്ലല്ലോ. അല്ല, ഇത് മരുന്ന് ശരിക്കും കഴിക്കാത്തോട്ടാണോ ഈ രോഗം കുറയാത്തത്? ഡോക്ടർ പറഞ്ഞ അങ്ങനെ സ്ഥിരമായിട്ട് ഒരു ദിവസം മരുന്ന് കഴിച്ചു കഴിഞ്ഞാൽ 10 വർഷത്തിന് മുമ്പ് തുടങ്ങിയിട്ട് പിന്നെ ട്രീറ്റ്മെന്റ് തുടങ്ങേണ്ടി വരും. അപ്പൊ ഇടയ്ക്കിടയ്ക്ക് മരുന്ന് കഴിക്കാതിരിക്കുന്നുണ്ടായിരുന്നു? മരുന്ന് കഴിക്കുന്നില്ല, അതാ രോഗം ഭേദമാവാത്തത്. അതാണ് ട്രീറ്റ്മെന്റ് കറക്റ്റായിട്ട് ചെയ്യുന്നില്ല. ഞാൻ പറഞ്ഞില്ല, റെക്കോർഡിങ്ങിന് ശേഷമാണ് ഞാൻ പിന്നെ മരുന്നിനോട് ഒരു ഇത് കാണിക്കാൻ തുടങ്ങി. എൻ്റെ വീട്ടിൽ പോയിട്ട് ചെലവിന് കാശില്ല പറഞ്ഞിട്ട് അമ്മടത്ത് പറഞ്ഞിട്ട് അമ്മയാണ് എൻ്റെ വെച്ചിട്ട് ആ 2500 റുപ്യ കൊടുത്തിരിക്കുന്നത്. ആ സാധനമാണ് വാങ്ങിക്കൊണ്ടുവന്നിട്ട് വെച്ചിരിക്കുന്നത്. ഈ റെക്കോർഡിലെ സംഭവം സത്യമല്ലെന്ന് തെളിഞ്ഞു കഴിഞ്ഞാൽ രമേശ് ഇതെല്ലാം ഒരുമിച്ച് ജീവിക്കുന്നതിന് പ്രയാസമില്ലാതെ തെളിയോ? തെളിയിപ്പിച്ചു തരാൻ പറ്റുമോ? ഈ അച്ഛനെ കുറിച്ച് എന്താ അപവാദം പറഞ്ഞത്? നിങ്ങൾക്ക് എന്ത് തോന്നി അങ്ങനെ പറയാൻ? തോന്നിയതല്ല, എന്റെ ഒരു സംശയമായിരുന്നു അത്. അയാള് സംശയ രോഗിയാണെന്ന് അയാൾ തന്നെ അഡ്മിറ്റ് ചെയ്യുന്നുണ്ട്. പക്ഷെ എന്തുകൊണ്ട് മരുന്ന് കഴിക്കുന്നില്ല? മരുന്ന് കഴിക്കുന്നല്ലോ. ഭാര്യ മരുന്ന് തന്നെ എന്തുകൊണ്ട് കഴിക്കുന്നല്ലോ? അവള് എടുത്തു തരുന്ന മരുന്നൊക്കെ കഴിക്കാം. രമേശ് കറക്റ്റ് ആയിട്ട് മരുന്ന് കഴിക്കുന്നുണ്ടായിരുന്നെങ്കിൽ ഈ പ്രോബ്ലം ഉണ്ടാവില്ല. വരത്തില്ല. മരുന്ന് കഴിക്കണം കറക്റ്റ്. മനസ്സിലാകുന്നില്ല രമേശിന് ഞാൻ പറഞ്ഞത്. രമേശ്, കാരണം എന്താ അറിയോ, നിങ്ങളൊരു നല്ല മനുഷ്യൻ, ഭാര്യയെ സ്നേഹിക്കുന്നു, കുഞ്ഞുങ്ങളെ സ്നേഹിക്കുന്നു, കുടുംബകാര്യങ്ങളെല്ലാം നോക്കുന്നു. അവരുടെ എല്ലാ ചെലവും കാര്യങ്ങളും നിങ്ങൾ നോക്കുന്നുണ്ട്, എല്ലാ സംഗതികളും ചെയ്യുന്നുണ്ട്. അവരോട് നിങ്ങൾക്ക് അമിതമായ സ്നേഹമുണ്ട്. പക്ഷെ സംശയരോഗമാണ് നിങ്ങൾക്കെന്നുള്ള നിങ്ങൾക്ക് തന്നെ മനസ്സിലായില്ല. അപ്പൊ നിങ്ങൾ സ്വയം ഒരു കൗൺസിലിംഗ് നിങ്ങൾ നടത്തുക. എല്ലാ മനുഷ്യർക്കും ഉണ്ടാവും ചെറിയ രീതിയിൽ എന്തെങ്കിലും ഒരു സ്വഭാവത്തിലൊരു വൈരുദ്ധ്യം ഉണ്ടാവും. എല്ലാവർക്കും വളരെ നോർമലാണെന്നും വിദ്യാഭ്യാസവും അറിവൊക്കെ ഉണ്ടെന്ന് തോന്നുന്നവർ പോലും ചെറിയ ചെറിയ മാനസികമായ പ്രശ്നങ്ങളുണ്ട്. ആരും പെർഫെക്റ്റ് അല്ല. അപ്പൊ നമ്മുടെ ശരീരത്തിന് എന്തെല്ലാം അസുഖങ്ങൾ വരുന്നു, അതുപോലെ തന്നെ മനസ്സിന് വരുന്ന ചെറിയ ചെറിയ വൈകല്യങ്ങളാണ് ഇതൊക്കെ. അത് നമ്മൾ വിചാരിച്ചാൽ മാറ്റാൻ നോക്കും. കുറേയൊക്കെ ഞാൻ അങ്ങനെ ചിന്തിക്കാവോ, എൻ്റെ ഭാര്യ അങ്ങനെ ചെയ്തോ, നല്ലോണം ഒന്ന് ആലോചിച്ച് നോക്കൂ. അല്ലേ? സന്തോഷമായിട്ട് നിങ്ങൾ ജീവിച്ചതുകൊണ്ടല്ലേ നല്ല 3 കുഞ്ഞുങ്ങളെ കിട്ടിയത്. ഇപ്പൊ ആ അച്ഛനാണ് ഞാൻ ഇങ്ങനെ നടക്കണമെന്ന് അറിയാണ്ടിരിക്കും. അച്ഛന് ഞാൻ വിഷം കൊടുത്തു വന്നു എന്നാ പറഞ്ഞു. സ്വന്തം ഭർത്താവ് മരിച്ചിരിക്കുകയാണ്. സ്വന്തം വേറെ ആമക്കളില്ല അവർക്ക്. ആങ്ങളന്മാരില്ലാത്ത സങ്കടം, നല്ല സങ്കടമുണ്ട്. എൻ്റെ അനിയത്തി അങ്ങനെയാണ് കണ്ടിരിക്കുന്നത് ഏട്ടനെ. എന്നിട്ട് എൻ്റെ കുട്ടികൾക്ക് അച്ഛൻ വേണം, എനിക്കൊരു ഭർത്താവിന് വേണം. എൻ്റെ അടുത്ത് സത്യമുണ്ട്. അത് ഇന്നല്ലെങ്കിൽ നാളെ തെളിയുന്നുള്ളൊരു ഇതുകൊണ്ടാണ് ഏട്ടൻ്റെ ഒപ്പം ജീവിച്ചത്. ഇപ്പോഴും ജീവിക്കാനും തയ്യാറാണ്. ഡിവോഴ്സ് ഞാൻ ഒരിക്കലും പറഞ്ഞിട്ടില്ല. ഇതിപ്പം എല്ലാം മനസ്സിലായല്ലോ രമേശ്? മനസ്സിലായില്ലേ? രമേശിനെ തിരിച്ച് നിങ്ങളുടെ ആ ഒരു രീതിയിലൊരു ട്രീറ്റ്മെൻറ്റ് എടുത്ത് നോക്കുമ്പം ചിലപ്പം നിങ്ങൾക്ക് മനസ്സിലാവും, ഒരു ചികിത്സയുടെ ഭാഗമായിട്ട് നിങ്ങളെ അന്യ സ്ത്രീകളെക്കുറിച്ചും നിങ്ങളുമായിട്ട് ബന്ധപ്പെട്ട നിങ്ങളുടെ ബന്ധുക്കളായിട്ടുള്ള സ്ത്രീകളെക്കുറിച്ചും ഒക്കെ ആയിട്ട് അനാവശ്യം പറയുന്ന ഒരു ഭാര്യ ആയിരുന്നു എന്നുണ്ടെങ്കിൽ നിങ്ങളുടെ അസുഖം ചിലപ്പോൾ വേഗം ഭേദമായേനെ. കാരണം അതിൻ്റെ കാഠിന്യം മനസ്സിലാവും നമുക്ക്. നമ്മളെറിഞ്ഞ പന്ത് നമ്മളെ നോക്കിയേ വരൂ. നിങ്ങളൊരു വാക്ക് ആരെങ്കിലും പറഞ്ഞിട്ടുണ്ടെങ്കിൽ ആ വാക്കിനുള്ള ശിക്ഷ നിങ്ങളുടെ നേരെ വരൂ. വേറൊരാൾക്ക് വളഞ്ഞു തിരിഞ്ഞ് പോകത്തില്ല രമേശ്. മനസ്സിലായില്ലേ? വാക്കുകളെന്ന് പറയുന്നത് മനഃപൂർവ്വം പറയുന്നതല്ല, അയാളുടെ രോഗമാണ്. അല്ല, അത് ഞാൻ എൻ്റെ രീതിക്കുള്ള ഒരു കൗൺസിലിംഗ് ആയിട്ടാണ് ഞാൻ നിങ്ങളോട് സംസാരിക്കുന്നത്. ഇത് നിങ്ങളുടെ ഉള്ളിൽ കയറണം. അതിനുവേണ്ടിയാണ് ഞാൻ അങ്ങനെയുള്ള വാക്കുകൾ ഉപയോഗിക്കുന്നത്. മനസ്സിലായില്ലേ? നിങ്ങൾ എത്രയോ ഈ 10 വർഷമായിട്ട് പല ഡോക്ടേഴ്സും പലതരത്തിൽ നിങ്ങളെ കൗൺസിലിംഗ് നടത്തി കഴിഞ്ഞു. അപ്പൊ ആ ഡോക്ടർമാരെല്ലാം അവരൊക്കെ മനഃപൂർവ്വം ഗുളികൾ തരുന്നതാണ്. ഇതിന്റെ ആവശ്യമില്ല എന്നുള്ള തോന്നലാണ് നിങ്ങൾ ഇപ്പോഴും. അത് കൗൺസിലിംഗിന്റെ അസുഖം ഭേദാത്തതെന്ന് വെച്ചാല് ഈ മരുന്ന് റെഗുലർ ആയിട്ട് കഴിക്കുന്നില്ല. നമുക്ക് അങ്ങനെ തീരുമാനിച്ച് അത്രയല്ലേ ഉള്ളൂ. ഇനി ആരെയും ഒരു അദാലത്തിലും പോയി പ്രശ്നം പറഞ്ഞ് പോകരുത്. പോരെന്ന് പറഞ്ഞാൽ പേഴ്സണലി പറയാം, വേറൊന്നുമല്ല. നിങ്ങളെ ഇനി മറ്റൊരു സ്ഥലത്ത് ആരും ഇങ്ങനെ ഒരു രോഗിയായിട്ട് കാണാനിട വരരുത്. മേശാണ് പരാതിക്കാരൻ. പരാതി ഇല്ലാത്ത അനുവിന് അവിടെ വന്നിരിക്കാവോ? അവിടെ പോയിരുന്നു. എന്തായാലും ഇന്നത്തെ ഒരു കുടുംബ പ്രശ്നം ഞങ്ങൾ ആദ്യം
ഇത് കേട്ടപ്പോൾ മനസ്സിലുണ്ടായ പലതരത്തിലുള്ള വിഷമം. നിഷ്കളങ്കയായ ഒരു തെറ്റും ചെയ്യാത്ത ഒരു പെൺകുട്ടി, ആ പെൺകുട്ടിയുടെ ജീവിതത്തിൽ ഒരു വെളിച്ചം ഉണ്ടാകണം എന്ന് ഞങ്ങളെല്ലാവരും ആഗ്രഹിച്ചു.